ജനഗണമംഗളദാ ഇപ്പഴല്ല ഇത് തീരുമ്പോഴാണ് അപ്പൊ തുടങ്ങണല്ലേ. സ്ഥാനാർത്ഥി പ്രഖ്യാപനങ്ങളൊക്കെയായി തെരഞ്ഞെടുപ്പിങ് എത്താറായി. എന്തൊക്കെയാണ് ഈ നാട്ടിൽ തെരഞ്ഞെടുപ്പ് അടുപ്പിച്ച് നടക്കണേന്ന് അറിയാമോ? പാരമ്പര്യ പാർട്ടിയുടെ പുതിയ പരിപാടി വല്ലതും അറിഞ്ഞ ഒരു A ക്ലാസ് പരിപാടി വന്നിട്ടുണ്ട്. സമരാഗ്നി അഥവാ സമരത്തീ. ഒരു പ്രസംഗത്തിന് ഞാനില്ല. ഇന്നലെയാണ് തെരഞ്ഞെടുപ്പ് പ്രമാണിച്ച് കോൺഗ്രസ് ഒരു സ്ക്രീനിങ് കമ്മിറ്റി കൂടിയത്. ഓക്കെയാണ്, വേറെ പ്രശ്നമൊന്നുമില്ല. കേരളത്തിലെ 15 സിറ്റിംഗ് MP-മാരെ മത്സരിപ്പിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. കോൺഗ്രസിൽ എല്ലാ കാലത്തും ഒരു പ്രത്യേകതയുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. കോൺഗ്രസിൽ ആരെങ്കിലും ഒരു സ്ഥാനത്ത് വന്നാൽ പിന്നെ മരിക്കും വരെ അവിടെ തന്നെ നിൽക്കും. ആ ആൾക്ക് പിന്നെ സുഖ സമാധാന ജീവിതം എന്നൊന്നുമുള്ള സാധനം പറഞ്ഞിട്ടില്ല. ഇപ്പം അതേ സാഹചര്യം തന്നെ ഒന്നും കൂടെ വന്നിട്ടുണ്ട്. വരുന്ന ഇലക്ഷനും കഴിഞ്ഞ തവണ നിന്നവരൊക്കെ തന്നെ നിൽക്കും എന്നാണ് വ്യക്തമാകുന്നത്. വയനാട് വന്ന് ചായ ഉഴുന്നുവടയും കഴിച്ച് MP ആയ രാഹുൽജി പിന്നെ കേരളത്തിൽ വന്നത് ഭാരത് ജോഡോ യാത്രയ്ക്കാണ്. എന്നിട്ടും കോൺഗ്രസ് വരുന്ന ഇലക്ഷന് ജിയെ തന്നെ നിർത്തും. ആ ഒരു കോൺഫിഡൻസ് ആണ് നമുക്ക് ജീവിതത്തിൽ ആവശ്യം. കണ്ടിട്ട് കൊതിയായിട്ട് പാടി. പിന്നെ ഇപ്പൊ അവർ അണികളെയൊക്കെ ആവേശത്തിലാക്കി മറ്റേ തെരഞ്ഞെടുപ്പ് പറയാണ് എല്ലാവരും എണീര് എന്ന് ഓർമ്മിപ്പിക്കാൻ വേണ്ടി സമരാഗ്നി എന്നൊരു പരിപാടി നടത്തി. അതിന്റെ കുറച്ച് കാഴ്ചകളൊക്കെ നമുക്ക് നോക്കാം. ഇതല്ല, ആ വീഡിയോ അല്ല. എനിക്കൊരു തോർത്ത് തരുമോ? ഇതൊക്കെ എങ്ങനെ തലവഴി മുണ്ടിടാതെ എടുക്കും? ഇവന്മാരോരോ നാണക്കേട്. പോകുന്ന വഴിക്ക് എനിക്ക് YMCA ഒരു പരിപാടിയിൽ ഒരു NV പ്രഭുവിൻ്റെ പേരിലുള്ളൊരു ചെസ് ടൂർണമെൻറ്റ് ഉദ്ഘാടനം ചെയ്യണം. ഞാൻ സ്വല്പം പോയി. അപ്പോൾ പ്രസിഡന്റ് ചോദിച്ചു ഇവൻ എവിടെ പോയി കിടക്കുമെന്ന് ചോദിച്ചു. ഇത് നമ്മൾ സഹപ്രവർത്തകർ തമ്മിൽ പറയണല്ലേ. പിന്നെ അദ്ദേഹം പറഞ്ഞ മാതിരി ഞങ്ങൾ ജ്യേഷ്ഠാനുജ ബന്ധമുള്ളത്, ജ്യേഷ്ഠ സഹോദരമുള്ള ഒരാളാണ്. ഓ, അങ്ങനെയാണോ? നിങ്ങൾ തമ്മിലുള്ള ഇരിപ്പോഷം കൊണ്ടാണല്ലേ ഇത്രയും ആളുകളുടെയും മൈക്കിന്റെയും മീഡിയയുടെയും ഒക്കെ മുമ്പിൽ വെച്ച് പച്ചയ്ക്ക് ഇങ്ങനെ മ്ലേച്ഛത പറയുന്നത്. അങ്ങനെയാണെങ്കിൽ സാരമില്ല. ഇനിയെങ്കിലും സമരാഗ്നി ഒന്ന് കാണിക്കോ? വിഷയത്തിൽ നിന്ന് വഴുതി മാറി. സമരത്തീ എന്ന് പറഞ്ഞിട്ട് തീ പോയിട്ട് പുക പോലും ഇല്ലല്ലോ. വെറുതെ അല്ല പുള്ളി പറഞ്ഞത് കറക്റ്റാണ്. എന്തിനാണ് ഇങ്ങനൊരു പരിപാടി? പുള്ളിക്ക് തന്നെ ഡൗട്ട് ആയിപ്പോയി കണ്ടിട്ട്. എന്തിനാ ഇത്രയും വലിയൊരു പൊതുയോഗം, ഇത്ര വലിയ ലക്ഷക്കണക്കിന് ഉറുപ്പിക ചെലവഴിച്ചിട്ട് ഒരു പൊതുയോഗം സംഘടിപ്പിച്ചിട്ട് അത് കേൾക്കാൻ നിങ്ങൾക്ക് മനസ്സില്ലെങ്കിൽ പിന്നെ എന്തിന് നിങ്ങൾ വരുന്നു? അപ്പൊ ലോക്സഭാ ഇലക്ഷന് K സുധാകരൻ മത്സരിക്കില്ല എന്നാണ് പുള്ളി ആദ്യം പറഞ്ഞത്. കളം കാലിയായി. പക്ഷെ കോൺഗ്രസ് ഒരു പാരമ്പര്യ പാർട്ടി ആയതുകൊണ്ട് അവർക്ക് എല്ലാ കാലത്തും ഒരാളെ തന്നെ നിർത്തിയേ പറ്റുള്ളൂ. ആ ആള് തന്നെ വേണ്ടെന്ന് പറഞ്ഞാലും അവർ മത്സരിപ്പിച്ചിട്ടേ അടങ്ങുള്ളൂ. കഴിഞ്ഞ തവണ ആളുകൾ വിചാരിച്ചു കോൺഗ്രസിനെ ജയിപ്പിച്ച അവർ രാജ്യത്ത് അധികാരത്തിൽ വരും, അവർ പിന്നെ വയനാട് നിന്ന് പ്രധാനമന്ത്രി വരും, അവർ നമുക്ക് വേണ്ടി സംസാരിക്കും എന്നൊക്കെ. ആ പടക്കക്കടയുടെ കാര്യത്തിൽ അന്ന് തന്നെ ഏതാണ്ട് തീരുമാനമായതാണ്. ഒരു പ്രാവശ്യം ചക്ക വീണ മുയൽ ചത്തു എന്ന് കരുതി എല്ലാ തവണയും അങ്ങനെ വരും എന്ന് കരുതിയാണ് കോൺഗ്രസ് ഇങ്ങനെ ആൾക്കാരെ മത്സരിപ്പിക്കുന്നതും സമരാഗ്നി നടത്തുന്നതും എന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. ഈ ഔട്ട്ഡേറ്റഡ് ഐഡിയകളല്ലാതെ വേറൊന്നും ഇല്ലല്ലേ നിങ്ങളുടെ കയ്യിൽ? അറിയാൻ പാടില്ലാത്തോണ്ട് ചോദിച്ചേ. എനിക്ക് ചോറ് വേണ്ട. അതെന്താണ് നിനക്ക് ചോറ് വേണ്ടാത്തെ? മര്യാദക്ക് നീ ചോറ് തിന്നിട്ട് കല്യാണക്കുറി കാണിച്ചിട്ട് ഞാൻ വിടുള്ള. ഇലക്ഷനായിട്ട് ആദ്യം നിങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങളൊക്കെ തീർക്കും, എന്നിട്ട് നമുക്ക് നാട്ടുകാരുടെ പ്രശ്നമൊക്കെ തീർക്കും. ഓക്കെ, എന്നാ ദേശീയ ഗാനം കേട്ട് അവസാനിപ്പിക്കാം. ജനഗണമംഗളദായക ജയ ഹേ. മംഗളമല്ല, മനോരമ. എന്തോന്ന് മാമ ഇതൊക്കെ? ഈ പൂരങ്ങളുടെ മാറ്റുവൻ ചട്ടുകങ്ങളെ ഈ നാട്ടിൽ നാഷണൽ ആന്തം അറിയാത്ത പിള്ളേർ സ്കൂളിൽ പോലും ഇല്ല. അതല്ല ശരിക്കും കോമഡി എന്താണെന്ന് വെച്ചാൽ ദേശീയ ഗാനം മഹാനായ പാലോട് രവി അവർ കൈകൊട്ടിയാണ് പാടുന്നത്. എന്തോന്ന് കൈകൊട്ടിക്കളിയാ? നൂറ്റാണ്ടിലധികം കാലം ഇന്ത്യ ഭരിച്ച പാർട്ടി ഇവരുള്ള ആരും ഇല്ലേടേ. അടുത്തത് സമ്മാനദാനം. ദേശീയ ഗാനം തിരുവാതിരക്കളി പോലെ അവതരിപ്പിച്ച് ട്രോൾ മാമാങ്കം ഏറ്റുവാങ്ങാൻ സജ്ജനായി നിന്ന പാലോട് രവിയെ തന്റെ മനക്കരുത്തും നിശ്ചയദാർഢ്യവും കൊണ്ട് തള്ളിമാറ്റി കോൺഗ്രസിനെ തക്ക സമയത്ത് രക്ഷിക്കാനുള്ള ഇടപെടൽ നടത്തിയ ശ്രീ T. സിദ്ദിഖ് MLA ഈ അവസരത്തിൽ മികച്ച രക്ഷാപ്രവർത്തനത്തിനുള്ള അവാർഡ് നൽകി ആദരിക്കുന്നു. അതെ പൊതുപ്രവർത്തകരെ, വെളിയിലോട്ട് പ്രവർത്തനം നടത്തും മുമ്പ് അകത്തുള്ള പ്രവർത്തനങ്ങളും കൂടെ ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ.